Watch full episodes on Jio Hotstar. വലിയേട്ടാ വല്ലാണ്ട് വിശക്കുന്നു. എന്തേലും കഴിക്കാൻ തരുമോ? വേഗം തരൂ, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, നിനക്ക് എപ്പോ നോക്കിയാലും വിശപ്പാണല്ലോ. ഇത് കണ്ടില്ലേ, എന്റെ ഹീറ്റ് ആൻഡ് സ്മോക്ക് ഗാഡ്ജറ്റ് ഒന്നും കാണിക്കുന്നില്ല. ഇതെന്താ സൂചിപ്പിക്കുന്നെന്ന് വെച്ചാൽ അവര് പ്ലെയിൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തെന്നാണ് ചങ്കേ. ഇവിടെ എവിടെയെങ്കിലും ലാൻഡിങ് ചെയ്തിട്ടുണ്ടാവും. എനിക്കൊരു സംശയമില്ലാതെ പറയാൻ പറ്റും, ആ ഇൻവിസിബിൾ പ്ലെയിൻ ഉണ്ടല്ലോ, അത് ഇവിടെ തന്നെ ഉണ്ട്. ആരോ പറഞ്ഞത് ശരിയാ, മഞ്ഞപ്പിത്തം പിടിച്ചവന് എന്ത് കണ്ടാലും മഞ്ഞയായിട്ടേ തോന്നുള്ളൂന്ന്. താഴേക്ക് നോക്കും മോട്ടു, താഴേക്ക്. എന്റെ പത്തിലു പച്ച കളറൊക്കെ അങ്ങ് വിട്. ഇവിടെ സമൂസയുടെ മണം കണ്ടില്ലേ? സമൂസേ, എന്റെ അത്തിപ്പാറ അമ്മയ്ക്ക്, എനിക്ക് തോന്നുന്നത് ഈ കാർ മൊത്തം നശിച്ചു പോയെന്നാ. ഇനി ഇത് പറക്കാനും ഓടാനും ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല എന്റെ പൊന്നു ചങ്കേ. അല്ല, നീ മേഘത്തിന്റെ സമൂസ കഴിച്ചോ ചങ്കേ? പറയൂ. സോറി വലിയേട്ടാ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? എങ്കിലേ ഞാൻ മുന്നോട്ട് പോവൂ. ഇല്ല ഇല്ല, കഴിക്കാൻ തരാം, കഴിക്കാൻ തരാം. എന്താ? പത്തിലു അത് കണ്ടില്ലേ? ആ പാവം പെൻകുഞ്ഞിന് സീലിട്ട് തല്ലുന്ന കണ്ടില്ലേ? ഇതെന്താ, അവര് അടിയുണ്ടാക്കിയായിരുന്നു, ഇപ്പതേ കളിക്കുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ അമ്മോ, എന്റെ അമ്മോ, നമുക്ക് കഴിക്കാൻ വെച്ചെന്ന ആഹാരം അവന്മാരെ എടുത്തോണ്ട് പോയി. എന്റെ ഭക്ഷണം, ഞങ്ങളുടെ ഭക്ഷണം തിരിച്ചു തരൂ. പത്തിലു അവരെ പിടിക്ക്, അവരെ പിടിക്ക്. ഞാൻ അവറ്റകളെ എന്റെ ഭക്ഷണം കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എനിക്ക് വിശക്കുന്നു. മോട്ടു, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ മുഴുവനും എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞു. മുന്നോട്ട് പോകാം. ഇനി എന്തെങ്കിലും കിട്ടിയാലോ, എവിടുന്നെങ്കിലും വല്ല സഹായം കിട്ടിയാലോ.
അത് വലിയേട്ടൻ നമ്മളോട് പറഞ്ഞില്ലായിരുന്നല്ലോ നമ്മളിങ്ങനെ ഐസ് മലയിലോട്ടാ കൊണ്ടുവരുന്നതെന്ന്. എന്തൊരു തണുപ്പാണ്, എന്തൊരു തണുപ്പാണ്. എന്റെ കൈയൊക്കെ മരവിച്ചു തുടങ്ങി. ഇങ്ങോട്ടാ വരുന്നതെന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നല്ല ചൂടുള്ള വസ്ത്രങ്ങൾ എടുത്തോണ്ട് വരായിരുന്നല്ലോ. വലിയേട്ടാ, എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, എന്റെ പൊന്നു ചങ്കുകളെ, നിങ്ങൾക്കൊക്കെ എന്താ തണുക്കുന്നില്ലേ? ഡോക്ടർ ജഡ്ക, ഈ വസ്ത്രത്തിൽ നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാമോ, ഇത്ര തണുത്ത ഈ സിറ്റുവേഷനില് നിങ്ങൾക്ക് തുണിക്കട എവിടെന്നാ കിട്ടിയത്? ഓ എന്റെ ചങ്കുകളെ, എന്റെ സഹോദരന്മാരെ, എന്റെ കാറിൽ എല്ലാ തരത്തിലുള്ള ഉടുപ്പുകളും ഉണ്ടാകും. അതിലെല്ലാവർക്കും വേണ്ടിയുള്ള സെറ്റർ ഞാൻ വെച്ചിട്ടുണ്ട് ചങ്കുകളെ. സത്യം പറഞ്ഞതിന് എന്നെ എന്തിനാ ചങ്കുകളെ ഇങ്ങനെ ഇടിക്കുന്നത്? ഇതൊക്കെ ഉണ്ടായിട്ടാണോ നേരത്തെ ഞങ്ങളോട് പറയാതിരുന്നത്? ഞങ്ങൾ എല്ലാവരും തണുത്ത് വിറയ്ക്കുന്നത് കാണുന്നില്ലേ? ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾ അതിന് ചോദിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ എങ്ങനെയാ പറയാ? പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ചങ്കുകളെ, ഞാൻ ഇപ്പൊ തന്നെ പോയി എല്ലാവർക്കും വേണ്ടിയുള്ള സെറ്റർ എടുത്തുകൊണ്ട് വരാം. ഗസീട്ട്, താനും എന്റെ കൂടെ വാടൂ. അതെ സയന്റിസ്റ്റേ, ഈ ഇൻവിസിബിൾ പ്ലെയിനിന്റെ ടെക്നോളജി എന്റെ കയ്യിലുള്ള എല്ലാ പ്ലെയിനുകളിലും ട്രാൻസ്ഫർ ചെയ്യൂ. അങ്കാര സാർ, ഈ ജോലി അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. നമ്മൾ വലിയ വലിയ മലകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് സർവൈലൻസ് ക്യാമറ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതിലൊന്നിൽ ഇത് റെക്കോർഡായിട്ടുണ്ട്. കാണൂ. പക്ഷേ ബോസ്, ക്യാമറയിൽ ഇത്ര മാത്രമേ റെക്കോർഡായിട്ടുള്ളൂ. എന്നെ അന്വേഷിച്ച് നടക്കാൻ ഇവന്മാർക്ക് എത്രയും ധൈര്യോ? അവരിതുവരെ എങ്ങനെ എത്തി? എങ്ങനെ ആരാ ഇവരൊക്കെ? ബോസ്, എനിക്കിവരെ അറിയാം. ഇവർ മോട്ടു പത്രുവാണ്. ഇൻവിസിബിൾ പ്ലെയിനിലെ പൈലറ്റിനെ രക്ഷിച്ചത് ഇവരാണ്. ഇൻവിസിബിൾ പ്ലെയിൻ തപ്പി വരികയവർ. എന്നാ പോയി കണ്ടുപിടിക്കേ. അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കേ. അവരുടെ ബാക്കപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കേ. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടോന്ന് കണ്ടുപിടിക്കേ. അവർക്ക് ഇതുവരെ വരാനുള്ള വഴി ആരാ പറഞ്ഞു കൊടുത്തതെന്നും കണ്ടുപിടിക്കേ. എത്രയും വേഗം അവരെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിർത്ത. ഓ, ശാന്തമാകൂ ബോസ്, ശാന്തമാകൂ. തീയുടെയും ഐസിന്റെയും സംഗമം കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യൂ ബോസ്. നാളെ നേരം വെളുക്കുന്നതിനകം നമ്മുടെ ആളുകൾ അവരെ പിടികൂടിയിരിക്കും ബോസ്. അവർക്കൊരു കാര്യം അറിയില്ല. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. ടോമി സിംഗ്, വേഗം ഒരു പ്ലെയിൻ അയച്ച് അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുവാ. അയ്യോ, ഈ വലിയേട്ടൻ എവിടെ പോയി? ഞാനിങ്ങനെ നിന്ന് തളർന്നല്ലോ. ഇത്രയും തണുത്ത സ്ഥലത്ത് ഈ ചൂട് കാറ്റ് നല്ല രസമുണ്ടല്ലോ. പത്ലു, ചൂടുള്ള മഞ്ഞുണ്ട്. എനിക്ക് ആ കാര്യം ഇന്നാണ് മനസ്സിലായത്. നിങ്ങളും ഇങ്ങോട്ട് പോര്, എന്നിട്ട് ഈ മഞ്ഞിലോട്ട് വന്നിരിക്കേ. നല്ല അടിപൊളിയായിട്ടുണ്ടെന്നേ. തണുപ്പിലും നല്ല ചൂടുള്ള മഞ്ഞ്. പത്ലു, തണുപ്പത്തെന്തിനാ അവിടെ ഇങ്ങനെ നിന്ന് വിറയ്ക്കുന്നേ? ഇങ്ങോട്ട് പോര് എന്റെ അടുത്ത്. ഈ മഞ്ഞിന് നല്ല ചൂടുണ്ടെന്നേ. എന്റെ അമ്മോ, ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വന്ന് നിന്നാൽ പിന്നെ ഒരിക്കലും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. മമ്മി, മോട്ടു, അതേ പത്തിലു മഞ്ഞ് തന്നെ. നല്ല ചൂടുള്ള മഞ്ഞ്. ചൂട് കാലത്ത് ചൂട് കാറ്റ് വീശുന്നത് പോലെ ഇവിടെ നല്ല ചൂട് കാറ്റ് വരുന്നുണ്ട് എന്റെ പത്തിലു. വേഗം വരൂ, വരാൻ. മോട്ടു, കരടി. എന്ത് കരടിയോ? ഈ തണുപ്പത്ത് എവിടുന്ന് കരടി വരാനാ എന്റെ പത്തിലു? എവിടെയാ കരടി? എവിടെയാ കരടി? അല്ല പത്തിലു, നീ എന്തായി പറയുന്നത്? എവിടെയാ ഉള്ള കരടി? കരടി! എന്റെ അമ്മോ,
ചങ്കുകളെ, നിങ്ങൾക്കിടാൻ വേണ്ടി ഞാൻ സെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അമ്മോ. ഇവരെല്ലാം ആരാ? നിങ്ങളൊക്കെ ആരാ? ഒന്ന് നോക്കി കളിച്ചൂടെ? എന്റെ മോട്ടു, ഇതൊക്കെ എത്തികളാണ്. ഓടിക്കോ. പിടിക്കവരെ, പിടിക്ക്. നിക്കവിടെ. ഇത് തീർച്ചയായിട്ടും അങ്കാരയുടെ ആൾക്കാരാവും. പൊളിച്ചേ. ഇവര് നമ്മുടെ ഭാഷ സംസാരിക്കുന്നല്ലോ. യതിച്ചേട്ടാ, ഞാൻ മോട്ടുവാണ്. ഇതെന്റെ കൂട്ടുകാരൻ പത്ലു. ഇത് ചിങ്കം സാർ, ഗസീറ്ററാം, ഇത് ഡോക്ടർ ജഡ്ക. അതെ, ഞങ്ങൾ അങ്കാരയുടെ ആൾക്കാരൊന്നും അല്ല. ഞങ്ങൾ അറിയാതെ ഇവിടെ വന്ന് പെട്ടുപോയതാ. അച്ഛാ, ഇവര് കള്ളം പറയാണ്. നമ്മുടെ ഈ സ്ഥലത്ത് അങ്കാരയുടെ ആൾക്കാരല്ലാതെ വേറെ ആരും വന്നിട്ടില്ല. അവന്മാര് നമ്മുടെ സഹോദരന്മാരെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇവരെ എല്ലാരും തീർത്തു കളയും. ആഹാ സക്കീറ, നമ്മള് നിവന്മാരോട് പകരം ചോദിച്ചിരിക്കും. തീർച്ചയായിട്ടും. ഇന്ന് ഇവരുടെ കയ്യിൽ ചുമന്നു ഉരുണ്ട തീ തുപ്പുന്ന ഒരു ആയുധവും നമ്മൾ കാണുന്നില്ല. തീർത്ത് കളഞ്ഞേക്കുമാരെ. ഇത് നോക്കൂ, നിങ്ങൾ ആരുടെ കാര്യം പറയുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങളുടെ എയറോപ്ലെയിൻ ആരോ മോഷ്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. അരുത്, ധൃതി പിടിക്കണ്ട. ഇപ്പൊ ഇവർ നമ്മുടെ കസ്റ്റഡിയിലാണ്. എപ്പോ വേണമെങ്കിലും തീർത്ത് കളഞ്ഞേക്കാം. പക്ഷേ ധൃതി എന്തിനാ? ഒന്ന് കളിപ്പിച്ചിട്ട് അവസാനിപ്പിച്ചേക്കാം. The name is ചിങ്കം. ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. എന്റെ അമ്മ. ആശ്ചര്യം തന്നെ. വായുവിൽ നിന്നും എന്താണ് വീണത്? പൊളിച്ചെടുത്തല്ല. 20 കൊല്ലത്തെ അനുഭവത്തിൽ എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. പിന്നെ 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? Watch India's largest kids library only on Jio Hotstar. Download the app now.